ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, വ്യക്തമായി മനസ്സിലാക്കുക, വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുക, വ്യക്തമായി ഉപദേശം പഠിക്കുക. ചുമ്മാ അറയും കുറയുമായിട്ട് വേറെ ദിവസം പ്രസംഗിക്കരുത്. പഠിപ്പിക്കാൻ ദൈവം നിന്നെ ആക്കി വെച്ചെങ്കിൽ പഠിപ്പിക്കുക, ഇല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല. തുമ്പുകെട്ട് ഇടയന്മാർ യാൽപ്പിയ കോളത്തിൽ കിടക്കുന്നുണ്ട്, ജനം തെറ്റിപ്പോവുക. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ജനം നശിച്ചു പോവും, അത്രേ ഉള്ളൂ. ഈ വിടുവായത്തരം പറയുന്നവരൊക്കെ ഉപദേശം പറയാൻ തുടങ്ങിയിട്ട് എന്താ ചെയ്യുക? ഒരു തുമ്പ് പറഞ്ഞുകൂടാത്തവനൊക്കെ കയറി ഉപദേശം പറയുന്നു ഇപ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, നിങ്ങൾ നന്നായി ഓടിയിരുന്നു. സത്യമനുസരിക്കാതിരിപ്പാൻ ആർ നിങ്ങളെ തടുത്തുകൾ. നുഴഞ്ഞു വന്ന കള്ളസഹോദരന്മാർ ഗലാത്യർ 2-ലുള്ളത്. ഗലാത്യർ 2-ലുണ്ട് അവരെ. ആ ഗ്രൂപ്പ് ഞാൻ വേണമെങ്കിൽ വായിച്ചു കേൾപ്പിക്കാം. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. ഞാനൊരു വെളിപ്പാടനുസരിച്ച് എത്രേ പോയത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ. ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട്, വിശേഷാൽ പ്രമാണികളോട് വിരിച്ചു. എൻ്റെ കൂടെയുള്ള തീത്തോസ് എവനെങ്കിലും പരിശീലനേൽപ്പാൻ ആരും അവനെ നിർബന്ധിച്ചില്ല. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരായിരുന്നു. എൻ്റെ പ്രസംഗ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരും കറുത്ത സഹോദരന്മാരും വെളുത്ത സഹോദരന്മാരും ഇഷ്ടം പോലെ ഉണ്ട്. കറുത്തവനുണ്ട്. ഒരു വർഷം മുമ്പ് ഒരു കറുത്തവൻ വന്നു ഇവിടെ, എറണാകുളം പട്ടണത്തിൽ വന്നു. ആരാണ്ട് കുറേ ദുരുപദേശികൾ പൊക്കിയെടുത്തുകൊണ്ട് വന്നതാണ്. പുള്ളി ഒരു പ്രസ്താവന നടത്തി, എൻ്റെ അടുത്തുനിന്നൊരു 3 മീറ്റർ മാറി നിന്നോളാൻ. ഞാൻ ചോദിച്ചു, ഇതെന്ത് വിളി? എൻ്റെ അടുത്തങ്ങ് നിന്നേക്കില്ല, ചിലപ്പോൾ തലതെറിച്ച് പോകുമെന്ന്, തെറിച്ച് വീഴുമെന്ന്, തല പൊട്ടി ചാവുമെന്ന്. അത്ര ശക്തി വ്യാപരിക്കുക, വ്യാജിൻ്റെ ശക്തി വ്യാപരിക്കുക. ശരിയാ. ഇത് കേൾക്കാനായിട്ട് കുറേ മുണ്ണവിശ്വാസികൾ ദൈവശക്തി വ്യാപരിക്കുന്നു. ബാംഗ്ലൂരിലൊരു സഹോദരൻ ഇതുപോലെ തുമ്പും വെളിവ് കേട്ടൊരു സഹോദരൻ ഇത് പറയുന്നത്, ഇങ്ങനെയുള്ള അബദ്ധ ഉപദേശങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. നിങ്ങൾ മാറി നിൽക്കാനാണ് ഞാൻ ഈ പറയുന്നത്, അവരെ ആക്ഷേപിക്കാനല്ല. എനിക്ക് ആരെ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. ബാംഗ്ലൂരിലൊരു സഹോദരൻ പ്രവചിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അത് കാണുന്നു, ഇത് കാണുന്നു, ചക്ക കാണുന്നു, മാങ്ങ കാണുന്നു, തേങ്ങ കാണുന്നു, ഉണർവ് കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു പറയാം. അപ്പോൾ എല്ലാവരും കൂടി അവൻ്റെ 2 കയ്യിൽ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചോദിച്ചപ്പോൾ ഇതാണ്, ദൈവാത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ്റെ ശരീരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ ശക്തി നമുക്ക് കൂടെ കിട്ടുമെന്ന്. കിട്ടും. ദൈവാത്മാവല്ല അവനിൽ വ്യാപരിച്ചത്, ദുഷ്ടപിശാച. അവനെ എല്ലാം കെട്ടിപ്പിടിച്ചവനും അവൻ്റെ ഉപദേശം കേട്ടവനൊക്കെ തുമ്പും വെളിവില്ലാതെ നടക്കുക ഇന്നും. ഉപദേശം പഠിപ്പിക്കാൻ ഇന്ന് ഉപദേശിമാർ വളരെ കുറവാണ്. അത് ബാംഗ്ലൂരിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിലാണെങ്കിലും ആഗോള വ്യാപകമായിട്ടാണെങ്കിലും ക്യാപ്റ്റൻ ഷമോലിനെ പോലെയും പാസ്റ്റർ CC ജോർജിനെ പോലെയും അതുപോലെ ആ പ്രഗത്ഭന്മാരായ ദൈവദാസന്മാരുണ്ട്. ഒത്തിരി പേരുണ്ട്. അവരെ പോലെയൊന്നും വചനം പഠിപ്പിക്കുന്നവരാരും ഇന്ന് ഭൂമിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ മൺമറഞ്ഞു പോയി. അവരിൽ നിന്ന് ഉപദേശം ലഭിച്ചവരൊക്കെയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ചെറിയ ഒരു പുഴുവാണ് ഞാൻ അങ്ങനെ പറയട്ടെ. പൗലോസ് പറഞ്ഞ പോലെ ഒരു ചാവിള്ള, ഏതുമില്ലാത്തവൻ, സാധാരണക്കാരൻ, വലിയ അറിവും കഴിവും പ്രാപ്തിയും ഭാഷാജ്ഞാനമൊന്നും ഇല്ലാത്ത ആള്. പക്ഷെ പറയുന്നത് പഥ്യവചനമാ, പഥ്യോപദേശമാ. ഇത് കേട്ടാൽ സ്വർഗത്ത് പോകാം, ഇല്ലെങ്കിൽ പോക്കാം. അല്ല എന്താ? നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യമനുസരിക്കാതിരിപ്പാൻ ആർ നിങ്ങളെ തടുത്തു കളഞ്ഞു. അതാണ് ഈ വാക്യം എന്നെ ഇത് പറയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. തടുത്തു കളയുന്ന അനേകർ എഴുന്നേറ്റിരിക്കുക, നുഴഞ്ഞു വരുന്ന കള്ളസോർമാർ എഴുന്നേറ്റ് വന്നിരിക്കുക. യൂദയുടെ ലേഖനം 3-4 വാക്യം വായിച്ചേ. അവിടെ ഒരു ഗ്രൂപ്പിനെ കാണുന്നു. യൂദയുടെ ലേഖനം 3-4 വാക്യങ്ങൾ. ഇതൊക്കെ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി എന്നുള്ളത് വിശ്വാസ പ്രമാണത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അടുത്ത്, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു.
ഇനി നുഴഞ്ഞു വന്നിരിക്കുന്നവർ അവരുടെ ശിക്ഷയും അവരുടെ എല്ലാ അനുഭവങ്ങളും എന്താണെന്ന് യൂദുള്ള ലേഖനം മുഴുവൻ അങ്ങോട്ട് വായിച്ചു പഠിച്ച് വിട്ടു കേട്ടു. ഇനി 2 പത്രോസ് 3-ാം അധ്യായം, 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ അതൊന്ന് വായിച്ചേ. ദുരുപദേഷ്ടക്കന്മാർ കുമിള് പോലും മുളച്ചു വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. 2 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ 3 വരെ. ഉണ്ടായിരുന്നു. പത്രോസ് പറഞ്ഞു ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. ഇന്നിപ്പോ അതേ ഉള്ളൂ. അടുത്ത് അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. പൂർവകാലം മുതൽ ഇനി ആ അധ്യായം മുഴുവൻ വായിച്ചു പഠിച്ചോ, അവർക്ക് വരുന്ന ശിക്ഷാവിധികളാണ്. ഇതൊക്കെ നന്നായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നുണ്ടോ ഈ പറയുന്നത്? ചുമ്മാ പറയല്ലേ, ഇരുന്നു വിടുവായിത്തരം പറയല്ല, വചനമാ ഞാൻ പറയുന്നേ. പത്രോസ് യൂദയും പൗലൂസും ഒക്കെ ദുർവ്രഷ്ടക്കന്മാരെ ശക്തമായി രൂക്ഷമായി വിമർശിച്ച ഭാഗങ്ങളാ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. കർത്താവ് യോഹന്നാൻ സ്നാപകനും ഈ ദുർവ്രഷ്ടക്കന്മാരെ സർപ്പസന്തതികളെ എന്ന് വരെ വിളിച്ചിട്ടുണ്ട്, പാമ്പിൻ്റെ മക്കളെ എന്ന്. ഞങ്ങൾ ആ പദം ഉപയോഗിക്കത്തില്ല, കാരണം സ്നേഹത്തിൽ സത്യം സംസാരിക്കാനാ പൗലോസ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഗലാത്യ ലേഖനം നമ്മൾ ശരിക്കും വായിച്ചു പഠിക്കണം. നമ്മളെ തടുത്ത് കളയുന്നവരുണ്ട്, സത്യം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ നമ്മളെ തടഞ്ഞു കളയുന്നവരുണ്ട്. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിക്കാൻ ആരും നിങ്ങളെ തടഞ്ഞു കളഞ്ഞു? നിങ്ങളുടെ സഭയിലെ പാസ്റ്റർ പ്രസംഗിക്കുന്നത് സത്യം അനുസരിക്കാതെ അസത്യത്തിലേക്കാണ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. സത്യം അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്, പഥ്യവചനമാണ്, പഥ്യോപദേശമാണ്. കർത്താവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ച ഉപദേശമാണ് സത്യം. മറ്റതെല്ലാം ഫേക്കാണ്, അത് നിഴലാണ്, ഇത് പൊരുളാണ്. നിഴലിൻ്റെ പുറകെ പോകേണ്ട കാര്യം എന്തിരിക്കുന്നു? ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ നിഴല് ഒരു ലൈറ്റ് തട്ടിയിട്ട് എൻ്റെ പുറകിൽ കാണാൻ പറ്റും. ഒരു പക്ഷേ ഒരാൾ ഒന്ന് പറയും പാസ്റ്റർ അവിടെ ഇരിക്കണം, നിഴലായിരിക്കുന്നു. ഞാൻ അവിടെ ഇല്ലായിരിക്കും, ഞാനിവിടെ ഇരിക്കുന്നത്, ഞാനിവിടെ ജീവനോട് ഇരിപ്പുണ്ടേ, എൻ്റെ നിഴലാണത്. ആ നിഴലിൽ മേക്കടം തപ്പിക്കളിക്കുന്നത് എന്തിനാ? പൊരുൾ വന്നു മുമ്പ് നിൽക്കുകയല്ലേ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ച് പഠിക്കേ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണതല്ല. 100% ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കഷ്ണം വാക്യം അവിടെയും കിട്ടത്തില്ല എനിക്ക്. എന്താ? യേശു ക്രിസ്തു അതിലൊന്നും പറഞ്ഞിട്ടില്ല. അത് മോശ മുഖാന്തരം പ്രവാചകന്മാർ മുഖാന്തരം ഇസ്രായേലിനടുത്ത കൽപ്പനയാണ്. ഇസ്രായേൽ മക്കളെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രാജ്യമാണ്. യഹൂദന്മാർ അവിടെ മാത്രമേ ഉള്ളൂ. അവർ ചെതറിപ്പോയി, എല്ലായിടത്തും പോയി. അത് ദൈവശിക്ഷയാണ് ചെതറിപ്പോയതിൻ്റെ ഭാഗം. ഒരു ചെറിയ ഗ്രൂപ്പിന് വേണ്ടി മാത്രം കൊടുത്ത വചനമാണ് ന്യായപ്രമാണം. ജാതികൾക്ക് വരുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന സുവിശേഷം പറയുന്നത് ലോകത്തുള്ള സകല ജാതി മാനവജാതികൾക്കുമുള്ള ദൈവത്തിൻ്റെ വചനം, കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെ ഫലമേൽപ്പിച്ച അപ്പോസ്തല ഉപദേശം, ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട സത്യവചനം, പഥ്യവചനം, പഥ്യോപദേശം, അതാണ് പുതിയ നിയമസഭയുടെ ഉപദേശം. അതാണ് ലോകത്തുള്ള സകല ജാതികളും അനുസരിക്കേണ്ടത്. മറ്റത് യഹൂദം മാത്രം അനുസരിക്കാൻ വേണ്ടി കൊടുത്തതാണ് ന്യായപ്രമാണം. നമ്മളിപ്പോൾ എന്തിനാ അങ്ങോട്ട് പോണേ? ന്യായപ്രമാണം നമ്മളുമായിട്ട് എന്താ ബന്ധം? ഇതാ ഗലാത്യ ലേഖനത്തിൻ്റെ പഠനം. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാര് തെറ്റിച്ചു കളയുന്നു. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, ഗലാത്യ സഭ നല്ല ഓട്ടത്തിലായിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ ഉപദേശങ്ങളുടെ ആ കെട്ടുവിടാതെ വന്ന് ന്യായപ്രമാണം കൂടി അനുസരിക്കണമെന്ന് പറയുക. ന്യായപ്രമാണം അനുസരിക്കണമെങ്കിൽ എന്ത് വേണം? ന്യായപ്രമാണം കൂടി അനുസരിക്കണം. നമ്മൾ എന്ത് വേണം? നമ്മൾ സഭായത്തിന് എല്ലാ നേരത്ത് ഒരു ചർച്ചിൻ്റെ ഒരു ഏക്കർ സ്ഥലത്തുള്ളൊരു ചർച്ചാണെങ്കിൽ ആ ചർച്ചിൻ്റെ ചുറ്റും ബൈക്കും കാറും അല്ല കിടക്കുന്നത്, മുഴുവൻ കന്നാലികളെ കൊണ്ട് നിറഞ്ഞിരിക്കും. കാരണം എന്താ? യാഗം കഴിക്കാൻ മൃഗത്തെ കൊണ്ടുവരണം. ആ ന്യായപ്രമാണത്തിൽ യാഗമില്ലേ? 100 രൂപ സ്വോത്രാഴ്ചയിടാത്ത വിശ്വാസികളാണ് 5000, 15000, 20,000 കൊടുത്ത് കാളക്കിടാവിനെയും പശുക്കിടാവിനെയും മേടിച്ചുകൊണ്ട് വരുന്നത്.
നല്ല ചേലായി. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 15:10 വായിച്ചേ. പ്രവൃത്തി 15:10. ന്യായപ്രമാണത്തെക്കുറിച്ച് ശക്തമായൊരു വാക്യം. പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണെങ്കിൽ പോലും മനസ്സിലാക്കാൻ വേണ്ടി പറയുക. വായിച്ചാ 15:10. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഈ നുഖമെന്നാ പറയണേ ന്യായപ്രമാണത്തിന്. നമുക്ക് നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങളിപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നതുണ്ട്. ഈ നുഖമായ ന്യായപ്രമാണം കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കഴുത്തിൽ കെട്ടിവെച്ച് ദൈവത്തെ പരീക്ഷിക്കുകയാണെന്ന് പെന്തക്കോസ്തുകാരെ ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ന്യായപ്രമാണത്തിൽ ഉപദേശം കൊടുത്ത് വീശി പ്രസംഗിക്കുമ്പോൾ ചിന്തിച്ചോണം, നീ ദൈവത്തെ പരീക്ഷിക്കുകയാണെന്ന്. ഞാനല്ല പറഞ്ഞത്, ബൈബിൾ പറയുക, വചനം പറയുക. പ്രവൃത്തി പുസ്തകം എഴുതിയ ലൂക്കോസാ. ആത്മാവിൽ വിരചിതമായ വചനമാണ് പറയുന്നത്. ദൈവത്തെ പരീക്ഷിക്കരുത്. ക്രിസ്തുവിൻ്റെ പ്രമാണത്തെ സഭയെ പഠിപ്പിക്കേ. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുപോലെ സഭയെ പഠിപ്പിക്കേ. അതല്ലേ നമുക്ക് വേണ്ടത്. ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുകയല്ലേ ചെയ്യേണ്ടത്? മോശയെ പോലെ ആക്കി തീർക്കേണ്ടത് എന്താണ്? ഇന്നാളെ ഞാൻ ഒരു ബൈബിൾ ക്വിസ് കണ്ടു. മോശയുടെ അളിയൻ ആരാണ്? ഇയാൾക്ക് എന്ത് വേണം അറിഞ്ഞിട്ട്? രാഹാബിൻ്റെ ഗോത്രം ഏതാണ്? അറിഞ്ഞിട്ട് എന്ത് കിട്ടണം? മോശയുടെ ഭാര്യയുടെ പേരെന്തെന്ന്? ദാവീദ് ഉരിയാവിൻ്റെ ഭാര്യയെ കൊന്നുകളഞ്ഞു. ഉരിയാവിനെ കൊന്നിട്ട് ഭാര്യയെ, അവളുടെ പേരെന്ത്? ബൈബിൾ കീസാ. ആരുടെ പേര്? ദാവീദ് ഉരിയാവിനെ കൊന്നിട്ട് ഉരിയാവിൻ്റെ ഭാര്യയെ, എൻ്റെ ഭാര്യയെ തൻ്റെ ഭാര്യയായിട്ടെടുത്തു. അതിലുണ്ടായതാണ് സോളമൻ. ആ ഭാര്യയുടെ പേരെന്ത്? ബൈബിൾ കിസ്. ഇങ്ങനെയുള്ള ചോദ്യം ഉണ്ടാക്കുന്നവരുടെ തലമണ്ടയെ സാത്താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. 12 ശിഷ്യന്മാരുടെ പേര് പറ. നിങ്ങൾ 12 ശിഷ്യന്മാരുടെ പേര് തെറ്റാ പറയാതെ പെന്തക്കോസ്തുകാരൊന്ന് കാണിച്ചു തരാം. എനിക്ക് ഞാൻ സമ്മാനം കൊടുക്കാം അവർക്ക്. ഹല്ലേലൂയ, സ്തോത്രം. പുതിയ നിയമത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത വിശ്വാസികൾ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയിലേക്ക് ഗലാത്യ സഭയെ ഓടിക്കുന്ന ശുശ്രൂഷ വൃന്ദങ്ങളെപ്പോലെ ഇന്നും കിടപ്പുള്ള ഒത്തിരി പേര്. സൂക്ഷിക്കുക. വീട്ടിൽ നായ കൊണ്ട് സൂക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരി ഇവരെ സൂക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം. നായ കടിച്ച ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മരുന്ന് വെച്ചും ഇഞ്ചക്ഷൻ എടുത്തും നമ്മളെ രക്ഷപ്പെടുത്താം. പക്ഷെ ഇവരുടെ കടിയേറ്റ ആൾ നരകത്തിൽ പോകും. മനസ്സിലായവർക്കായി സ്തോത്രം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യം അനുസരിക്കാതിരിക്കാൻ ആറ് നിങ്ങളെ തടുത്തു കളഞ്ഞു. 8-ാം വാക്യം വായിച്ചാട്ടെ. ഗലാത്യർ 5:8. അപ്പൊ ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് ആരാണ്? നിങ്ങൾ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. നിങ്ങൾ വിളിച്ച കർത്താവാണ്. കർത്താവിന്റെ പ്രവൃത്തിയല്ല അവരുടെ ഉപദേശം. മനസ്സിലാക്കണം. അസാരി പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. എന്താണ് ഈ അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുക? ഒരിച്ചിരി പുളിച്ച മാവ് ഒരു വലിയ പിണ്ടത്തിന്മേൽ വെച്ചാൽ മാവ് മുഴുവൻ പുളിച്ച് കിട്ടും. 5 ലിറ്റർ പാല് തിളപ്പിച്ചൊരു പാത്രത്തിൽ വെച്ചിട്ട് ശകലം ഉറയിട്ട് കൊടുത്താൽ, പുളിച്ചതിട്ട് കൊടുത്താൽ മുഴുവൻ പുളിച്ച് കിട്ടും. അതുപോലെ ഈ പുളിച്ച ഒരുത്തനുണ്ടെങ്കിൽ സഭ മുഴുവൻ പുളിച്ചു പോകും. ഈ ഗുണം പിടിക്കാത്ത 1-2 സഭയിലുണ്ടെങ്കിൽ സഭ മുഴുവൻ നശിച്ചു പോകും. അത്രേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. കൊരിന്ത്യയിലെ ലേഖനത്തിലും പൗലോസ് പറയുന്നുണ്ട്, സാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. ഒരു ദുർനടപ്പുകാരൻ സഭയെ കിടന്ന മറ്റുള്ളവനെല്ലാം അതിൻ്റെ ചുവട് പിടിച്ച് ദുർനടപ്പ് ചെയ്യും. ഒരു കള്ളൻ പറയുന്നവൻ കിടന്ന മുഴുവൻ കള്ളം പറയാൻ തുടങ്ങും. പിന്നെ പാസ്റ്ററിന് നിക്കക്കള്ളി ഇല്ലാതാവും. പാസ്റ്ററിന് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ ഇവരതൊന്നും മിണ്ടത്തില്ല. അവർ കള്ളത്തിലോ പുള്ളത്തിലോ ഒക്കെ അവിടെ നമുക്ക് കിട്ടണം പണം, അത്രേ ഉള്ളൂ. ദൈവസഭയെ ഉപദേശം പഠിപ്പിച്ച് കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുക്കി നിന്ന ശുശ്രൂഷയാണ് അപ്പോസ്തലന്മാർ ചെയ്തത്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതാണ് എല്ലാവരും ചെയ്യേണ്ടത്.
അല്ലാതെ പാസ്റ്റർ കളിക്കലല്ല. 15 പേരുള്ള വിദേശ വിശ്വാസികളുള്ള സഭയെ കോഴ കൊടുത്ത് വാങ്ങിയിരുന്ന് പാസ്റ്റർ കളിക്കലല്ല. അതൊക്കെ നരകത്തിൻ്റെ വാതിലാണെന്ന് പഠിക്കുന്നതാണ് നല്ലത്. കള്ളന്മാരുടെ ഗുഹയാണെന്ന് പഠിക്കുന്നതാണ് നല്ലത്. പൈസ കിട്ടിയാലും കിട്ടിയില്ലേലും, ആരെങ്കിലും തന്നാലും തന്നില്ലേലും സത്യം വിളിച്ചു പറഞ്ഞു മരിക്കുക. അതാണ് ഏറ്റവും പ്രധാനം ദൈവമക്കളെ. അതുകൊണ്ട് എൻ്റെ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കേ. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യമനുസരിപ്പാൻ ആര് നിങ്ങളെ തടച്ചു പറഞ്ഞു? ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവൻ്റെ പ്രവൃത്തിയല്ല, വിളിച്ചവൻ കർത്താവാണ്. കർത്താവിൻ്റെ പ്രവൃത്തിയല്ല, സാത്താൻ്റെ ആണെന്ന് പോലീസ് പറഞ്ഞു വയ്ക്കുക. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പൊളിപ്പിക്കുന്നു. ആ ദുരുപദേശി ന്യായപ്രമാണം, ഇപ്പം പ്രവൃത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ അവരെല്ലാവരും ന്യായപ്രമാണ തൽപരരാകുന്നു. ഇന്നത്തെ പെന്തക്കോസ്ത് പാസ്റ്റർമാരിൽ, വിശ്വാസികളിൽ നല്ലൊരു ശതമാനം ന്യായപ്രമാണ തൽപരരാകുന്നു. എന്ന് പറഞ്ഞാൽ സത്യം സത്യം സത്യം. പുതിയ നിയമം അവരുടെ നാവിലോട്ട് വരത്തില്ല. എന്താ കാര്യം? ഒരു വലിയ ചർച്ചിൻ്റെ ഒരു വലിയ സീനിയർ പാസ്റ്ററോട് ഞാൻ ചോദിച്ചു, പാസ്റ്ററെ, ഈ പുതിയ നിയമം പഠിപ്പിക്കാതെ ഈ സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി, അത് സങ്കീർത്തനം പറയാൻ പഠിക്കണമെന്നൊന്നുമില്ല, ചുമ്മാ വായിച്ചങ്ങനെ പാടിക്കൊണ്ടിരുന്നാൽ മതി. ഈ പുതിയ നിയമം പ്രസംഗിക്കണമെങ്കിൽ ആദ്യം ജീവിക്കണം, നേരെ ചൊവ്വേ ജീവിക്കണം. ശുദ്ധ മനസ്സാക്ഷി അല്ല, ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ജീവിച്ച്, പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ പാലിച്ച് ജീവിച്ച്, പകയും വിദ്വേഷവും എല്ലാം കളഞ്ഞ് തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ പഠിച്ചവർക്ക് മാത്രമേ ഇത് പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. പകയും വിദ്വേഷവും കള്ളത്തരവും വെട്ടിപ്പും തട്ടിപ്പും ചതിയും വഞ്ചനയും നടത്തി, ജനറൽ കൺവെൻഷൻ നടത്തി, പന്തലിൻ്റെ കാശ് കൊടുക്കാൻ നേരത്ത് അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ കാശ് കൊടുത്തില്ലെന്ന്. പാസ്റ്റർമാരല്ല, അവരെന്നാ പ്രസംഗിക്കാൻ? പന്തലുകാരൻ അത് യൂട്യൂബിലെടുത്തിട്ടു, ഞങ്ങളെ ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്തി, ഞങ്ങൾക്ക് കാശ് തന്നില്ല, ഞങ്ങളെ ചതിച്ചു, ഞങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് യൂട്യൂബിലെടുത്ത് ലോകം മുഴുവൻ അറിയിച്ചു. ലോകം മുഴുവൻ അറിഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ചെയ്തവർക്കും ആ സംഘടനയിലുള്ളവർക്കും ഇതൊക്കെ അറിഞ്ഞാലൊന്നും അവർക്കിതൊന്നും ഉളുപ്പല്ല. കാണ്ടാമൃഗത്തിൻ്റെ തോലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പാപം ചെയ്ത് അവരുടെ ഹൃദയത്തിൻ്റെ തഴമ്പ് വളരെ വലുതാണ്. എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് വിഷയമല്ല. ഇതൊക്കെ ഞങ്ങൾ എത്ര കണ്ടിരിക്കുന്നു എന്നാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളവരുടെ കയ്യിലും ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്ന് നശിച്ച് നരകാഗ്നിയിലേക്ക് പോകാതെ നിത്യജീവനെ കുറിച്ചുള്ള ഉപദേശം പ്രസംഗിക്കുന്നിടത്ത് പോയി ഉപദേശം കേട്ട് അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് പോകാൻ ഒരുങ്ങുന്ന ഈ ഉപദേശിയുടെ ഒരു ചെറിയ പ്രബോധനം ഇതിൻ്റെ ഇടയിൽ ഞാൻ തരികയാണ്. അടുത്ത വാക്യത്തിലേക്ക് വരാം. സാരം പുളിവാ മുഴുവൻ പുള്ളിപ്പിക്കുക. 10-ാം വാക്യം. നിങ്ങൾക്ക് പിന്നാപ്പുറം ഉണ്ടാവില്ല, കർത്താവിൽ ഉറച്ചിരിക്കുന്നു. നിങ്ങളെ കലക്കുന്നവൻ ആരായാലും കലക്കുന്നവൻ ശിക്ഷാവിധി ചുമക്കും. അത് ആരാണെങ്കിലും ശരി. രക്ഷിക്കപ്പെട്ട് ധാനപ്പെട്ട് ന്യായപ്രമാണം കൂടി അനുസരിക്കണമെന്ന് പറഞ്ഞ് പുതിയ നിയമ വിശ്വാസിയെ തെറ്റിലേക്ക് വലിച്ചടിക്കുന്ന, പാപത്തിലേക്ക് വലിച്ചടിക്കുന്ന, വ്യവസ്ഥ തെറ്റിച്ച് കളയുന്നവരെന്ത് ചെയ്യും? ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരും. സംശയമില്ലാത്ത കാര്യം അത്. ഇന്നല്ലെങ്കിൽ നാളെ പലിശ സഹിതം തിരിച്ചു കിട്ടും. അത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? വിധിക്കുന്നത് കൊയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഞാനതൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നല്ലത് വെച്ചാൽ നല്ലത് കൊയ്യും, തിന്മ വെച്ചാൽ തിന്മ കിട്ടും. അനീതി ചെയ്താൽ അനീതി കിട്ടും, നീതി ചെയ്താൽ നീതി കിട്ടും. നിനക്ക് നീതി കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. ഞാനും തന്നില്ലെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം കൊട്ടക്കടപ്പിന് നിനക്ക് കിട്ടും, യാതൊരു സംശയവുമില്ല. ഹ്രസ്വകാലം ഈ ഭൂമിയിൽ കഷ്ടത അനുഭവിച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ച് നമ്മൾ ജീവിച്ചാൽ കോടാനുകോടി വർഷം സ്വർഗീയ സന്തോഷത്തിൻ്റെ ഉടമകളാകേണ്ടവരാണ് നമ്മളെന്നുള്ള ചിന്ത നമ്മൾ മറന്നു പോകരുത്. രാജാക്കന്മാരെ പോലെ സ്വർഗത്ത് പോയി വാഴേണ്ടവരാണ് നമ്മളെന്നുള്ള ചിന്ത നമ്മൾ മറന്നു കളയരുത്. തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും നടത്തുന്നവർ ചെയ്യട്ടെ, അതിൻ്റെ പ്രതിഫലം അവർ വാങ്ങിച്ചോട്ടെ. ഈ ഉപദേശം അനുസരിച്ച് ജീവിച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഞെരുക്കത്തിലൂടെയാണെങ്കിലും വ്യവസ്ഥയിൽ നിലനിന്ന് ജീവിച്ച് കയ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ സർപ്പൂരൊന്നി അണയുന്നു പറയും. കൽപ്പന പ്രമാണം ലംഘിച്ചു കഴിഞ്ഞാൽ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കില്ല. അല്ല, പ്രമാണത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിന്നാൽ ഒരു പിശാചിനും നിന്നെ തൊടുകയില്ല. യാതൊരു കഷ്ടങ്ങളുണ്ടാകും, പട്ടിണി കാണും, ചിലപ്പോൾ ഞെരുക്കം കാണും, പീഡ കാണും, അടി കിട്ടും,
ദുഷി, പഴി എല്ലാം കിട്ടിയെന്ന് വരും. ഹ്രസ്വകാലം കഴിയുമ്പോൾ മഹാസന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതാണ് എൻ്റെ പ്രത്യാശ. എന്നെ ചീത്ത പറഞ്ഞ ഒത്തിരി പേരുണ്ട്, ബെടക്കെന്ന് പറഞ്ഞവരുണ്ട്. പറയാൻ പറ്റാത്ത ഭാഷകൾ ഞാനതിവിടെ പറയുന്നില്ല. എനിക്കതെല്ലാം എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലെ പൊൻതൂവലുകളാണ് അതൊക്കെ. കാരണം ഏറിയ പ്രതിഫലം കിട്ടും അതൊക്കെ. ഒന്നുപോലും കളയാതെ എല്ലാം എടുത്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. ദൈവസഭയെ കലക്കുന്നവർ, ദൈവസഭയെ നശിപ്പിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ നിന്ന് ന്യായപ്രമാണത്തിൻ്റെ ഉപദേശത്തിലേക്ക് ജനത്തെ ഓടിച്ചു കളയുന്ന പാസ്റ്റർമാരും വിശ്വാസികളൊക്കെ ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലം കർത്താവ് ഉറപ്പായിട്ട് തന്നിരിക്കും. ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനി ഉപദ്രവം സഹിക്കുന്നത് എന്ത്? ഞാൻ സങ്കീർത്തനം പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്കൊരു ഉപദ്രവം ഇല്ല. ഇഷ്ടം പോലെ കാശ് കിട്ടും, വീട് കിട്ടും, അതെല്ലാം കിട്ടും. ഒരു പാസ്റ്റർ ഒരു സ്ഥലത്തിരുന്ന് 3-4 വർഷം ഇരിക്കുമ്പോൾ 5 സെൻറ്റ് സ്ഥലവും വീടും, അടുത്ത സ്ഥലത്ത് 3-4 വർഷം 5 വർഷം ഇരിക്കുമ്പോൾ 5 സെൻറ്റ് സ്ഥലവും വീട്, പിന്നെ അടുത്ത സ്ഥലത്ത് 5 വർഷം ഇരിക്കുമ്പോൾ 5 സെൻറ്റ് സ്ഥലവും വീട്. കാശ് അടിച്ചു മാറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞു, പുള്ളിക്ക് ഇവിടെ കിട്ടിപ്പോയി, ഇനി അവിടെ ഒന്നുമില്ല, അവിടെ വട്ടപ്പൂജ്യം, അവിടെ ധനവാൻ്റെ ഒപ്പം പോയി കിടക്കാം, വെള്ളം പോലും കിട്ടാത്ത സ്ഥലത്ത്. അല്ല എന്താ? ഈ ഒരു അച്ചാൻ എന്നോട് പറഞ്ഞതാ ഇത്. അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന്. പുതിയ കാറ് വരുമ്പോൾ പഴയ കാറ് 1 വർഷമായിട്ടുള്ളൂ, അത് കൊടുത്തിട്ട് അടുത്ത പുതിയത് എടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ ബ്രാൻഡ് പുതിയത് വരെ 6 മാസം കഴിയുമ്പോൾ വരുവാണെങ്കിൽ ഇത് കൊടുത്തിട്ട് അതെടുക്കുക. വേറെ ആരും പറഞ്ഞതല്ല. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ഡോക്ടർ മുരളീധരൻ ഉപദേശി പറഞ്ഞ കാര്യമായി. സത്യസന്ധനായൊരു മനുഷ്യനാണ്. അതുപോലെ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. ഈ ആത്മീയ ഗോളത്തിൽ കുറേ നല്ല വ്യക്തിത്വങ്ങൾ കിടപ്പുണ്ട്. അവരെയൊക്കെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അതൊക്കെ നല്ലവർക്കൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ പുഴുക്കുത്തി പിടിച്ചതാണ് കൂടുതലും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വ്യക്തികളെ, ഉപദേശികളെ മനസ്സിലാക്കി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തില്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്ന് ചാടും. നിങ്ങളെ അവരെന്ത് ചെയ്യും? നിങ്ങളുടെ ഓട്ടം തടുത്ത് കളയും. അതായിരിക്കുള്ളൂ. ഗലാത്യർ 5:7 നിങ്ങൾക്ക് വന്ന് ഭവിക്കും. അത് ഭവിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. സഹോദരന്മാരെ, ഞങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ട് ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിൻ്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. പരിച്ഛേദന പ്രസംഗിച്ചാൽ പരിച്ഛേദനയുടെ ഉപദേശം പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ ഉപദ്രവം കേൾക്കത്തില്ല. ഞാനിപ്പോൾ ഉപദ്രവം കേൾക്കുക, അതാണ് അർത്ഥം. ഉപദ്രവം സഹിക്കുന്നത് എന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിൻ്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. നിങ്ങളെ കലയിപ്പിക്കുന്നവൻ അംഗചേതം ചെയ്തു കൊണ്ടാൽ കൊള്ളായിരുന്നു. അപ്പം കലയിപ്പിക്കുന്നവൻ്റെ അംഗവൈകല്യം വരുത്തുന്ന ദൈവം. ഞാനതിന് പറയുന്നത് നിന്നെ നരകത്തിൽ തള്ളിക്കളയുന്ന. ഹല്ലേലൂയ. അടുത്ത 13ാമത്തെ വാക്യം വായിച്ചാട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ. ജഡമൊന്നുമില്ല, ഇല്ലേ ഇവിടെ? ഇല്ലേ? ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക, ജഡത്തിനെന്നുള്ള ഇല്ലേ? അതുമായി പറഞ്ഞില്ല. ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിക്കും. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കരുത്. ജഡത്തെ പ്രസാദിപ്പിക്കാൻ ഉപയോഗിക്കരുത്. ജഡത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഉപയോഗിക്കരുത്. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ ഉറച്ചു നിൽക്കണം. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കരുത്. ഈ ജഡത്തിന് അവസരമാക്കരുതെന്ന് പറഞ്ഞാൽ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് അത്രയും നിങ്ങളോട് സംസാരിപ്പാൻ. ഇന്ന് നിങ്ങൾ ശിശുക്കളല്ലോ, ജഡീകന്മാരല്ലോ. സഹോദരന്മാരെ, ആത്മീയ വളർച്ചയില്ലെങ്കിൽ നമ്മൾ ജഡീകന്മാരാ. ക്രിസ്തുവിൻ്റെ സമ്പന്നതായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെടാനാണ് വചനം പറയുന്നത്. അവൻ ചിലർ അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, ചില സുവിശേഷന്മാരായി, ഡേയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പന്നതായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം. ഉണ്ടോ?
ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെടാനാണ് ദൈവ ഉപദേഷ്ടാക്കന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവ് തലയോളം ക്രിസ്തുവിനോടൊപ്പം വളരണം. അത് സംഭവിക്കുന്നില്ലെങ്കിൽ ജഡീകന്മാരായി പോകും. ഇന്ന് ആത്മീയ കോളത്തിൽ ജഡീകന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. പാഷൻ ജഡീകൻ, വിശ്വാസിയും ജഡീകൻ. പിന്നെ എങ്ങനെ നന്നാകണേ? ബോഡി ഓഫ് ക്രൈസ്റ്റ് മിനിസ്ട്രി കോൺഫറൻസ്, ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഉപദേശം പറയുന്നേ. തലയായ ക്രിസ്തുവും ശരീരമാം സഭയും കൂടി ഏത് നിലയിൽ വർത്തിക്കണമെന്ന് ഉപദേശമുണ്ട്. പൗലോസ് തരുന്നുണ്ട് ഇവിടെ. പൗലോസ് അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നു. അത് പഠിപ്പിക്കുക. ഞങ്ങളൊക്കെ അത് പഠിപ്പിക്കുന്നവർ, അതുകൊണ്ടായി പറയുന്നേ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതൊന്നും ഉപദേശമാകത്തില്ല. ജനത്തെ പിന്നോട്ട് ഓടിക്കുന്നവരവരെ, നന്നായി ഓടിയിരുന്നു സത്യം അനുസരിപ്പാതിരിക്കാൻ തടഞ്ഞു കളയുന്നവരവരെ. ഒരു പാസ്റ്റർ ഒരു വിശ്വാസിയെ ഉപദേശം പഠിപ്പിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തണം. ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തണം. ഗുരുവിനെ പോലെ ആ ശിഷ്യന് മതിയെന്നുള്ള നിലയിൽ ഗുരുവിനെ പോലെ ആക്കി തീർക്കണം. അങ്ങനെ ആയില്ലേ കൊരിന്ത് സഭ? അപ്പോസ്തലന്മാരെ പോലെ ആയില്ലേ അവർ? 3 ലേഖനം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്. അവർ അപ്പോസ്തലന്മാരെ പോലെയായി. പിന്നെയും പഠിച്ചു വന്നപ്പോൾ അവർ ആരെ പോലെയായി? ക്രിസ്തുവിനെ പോലെയായി. ഇന്ന് അങ്ങനെ ആരാകുന്നു? വചനത്തിൻ്റെ ABCD അറിഞ്ഞുകൂടാത്ത വിശ്വാസികളാണ്. ഉപദേശത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും അറിഞ്ഞുകൂടാത്ത പാസ്റ്റർമാരും വിശ്വാസികളെ കിടക്കുന്നത്. പുതിയ നിയമസഭയുടെ ഉപദേശം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത വിശ്വാസികളെ കിടക്കുന്ന ഇന്ന് സഭയിൽ. ഞങ്ങളൊക്കെ ചില സഭയിൽ ഞങ്ങൾക്ക് പ്രവേശനമില്ല, കാരണം ഞങ്ങൾ ദുരുപദേശം പറയുന്നവരാണെന്ന് അവർ പറയുന്നു. എന്ത് ദുരുപദേശമാണാവൂ? ഞാനിപ്പോൾ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. കർത്താവ് വരുമ്പോൾ അറിയാം ഉപദേശം പഠിപ്പിക്കുന്നവരും ഉപദേശം പഠിപ്പിക്കാത്തവരും. ഞാൻ ദുരുപദേശിയാണെങ്കിൽ കർത്താവിൻ്റെ ഒരു ഞാനിവിടെ കിടക്കും. അല്ല, ഉപദേശം പഠിച്ചനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ ഒരു പോകാം. അത്രേ ഉള്ളൂ ഇവിടുത്തെ വിഷയം. പത്യവചനം പത്യോപദേശം പഠിപ്പിക്കാതെ അനുസരിക്കാതെ നമുക്ക് നിത്യത പ്രാപിക്കാൻ കഴിയില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അത് ഉപദേശമാകത്തില്ല. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് വലിയ ബാനർ വെച്ച് ആൾക്കാരെ കൂട്ടിവഴുത്തി പപ്പടം പടം പായസം കൂട്ടി തിരുമ്മി കൊടുത്താലൊന്നും ഉപദേശമാകത്തില്ല. അതിവിടെ കിടന്ന് കളിക്കാനുള്ള കളിയാണ്. ഞാൻ അവരെ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ പുച്ഛിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഉപദേശം മുഴുവൻ പഠിപ്പിക്കണം. ശരീരമാം സഭ തലയായ ക്രിസ്തുവിൻ്റെ ആ വളർച്ചയിലേക്ക് നടത്തപ്പെടാനുള്ള സകല ഉപദേശങ്ങളും അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ആ ഉപദേശം പറയണം. ഞങ്ങളൊക്കെ അങ്ങനെ പറയാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്, ചെറിയ തോതിലെങ്കിലും. ഞങ്ങൾക്ക് വലിയ പണവും വലിയ പ്രശസ്തിയും ഡിഗ്രികളൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ദൈവം ആക്കി വെച്ചു എന്നൊരു ബോധ്യം ഞങ്ങൾക്കുള്ളിലുണ്ട്. എന്നെ ശുശ്രൂഷകനായി ദൈവം നിയമിച്ചു. പൗലൂസ് പറയുന്നുള്ള പൗലൂസിനെ ശൈവസഭയുടെ ശുശ്രൂഷകനായി ദൈവം നിയമിച്ചു. മുമ്പ് താൻ ആരായിരുന്നു? ഉപദ്രവിയും നിഷ്ഠൂരനും കൊലപാതകനും ഒക്കെ ആയിരുന്നു. പിന്നെ ആരാക്കി? ഉപദേശിയും ശുശ്രൂഷകനും ഉപദേഷ്ടാവും അപ്പോസ്തലനും ആക്കി വെച്ചു ദൈവം. മുമ്പ് താൻ ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു. പിന്നീട് താൻ അപ്പോസ്തലനും ഉപദേഷ്ടാവും പ്രവാചകനും ഒക്കെ ആക്കി ദൈവം. അതുപോലെ ഞങ്ങളൊക്കെ അങ്ങനെ ജീവിച്ചവരാ. പക്ഷേ കർത്താവിൻ്റെ മഹാകരുണയാണ്. താഴ്മയോടെ വിനയത്തോടെ പറയട്ടെ, ഈ ഉപദേശങ്ങളൊക്കെ ഒരളവിൽ പഠിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചു. അതുകൊണ്ടായിരുന്നു ഈ പറയണേ. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നും പറഞ്ഞ് വലിയ മീറ്റിങ്ങൊക്കെ നടത്തിയിട്ട് വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ളവർ കേട്ടിട്ട് അത് വിടത്തില്ല, സമ്മതിക്കില്ല. ഞങ്ങൾ വഴക്കുണ്ടാക്കാനല്ല പറയുന്നത്. ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭയാണെങ്കിൽ ആ സഭയ്ക്ക് ലിഖിതമായൊരു പ്രമാണമുണ്ട്. അതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം. അത് ഇടതടയില്ലാതെ സഭയെ പഠിപ്പിക്കണം. ഇടതടയില്ലാതെ സഭയെ പഠിപ്പിക്കണം. റോമാ സഭയെ പഠിപ്പിച്ച പോലെ, കൊരിന്ത് സഭയെ പഠിപ്പിച്ച പോലെ, ഗലാത്യ സഭയെ പഠിപ്പിച്ച പോലെ, ഫിലിപ്പിയ സഭയെ പഠിപ്പിച്ച പോലെ, കൊലോസ്യ സഭയെ പഠിപ്പിച്ച പോലെ, തെസ്സലോനിക്ക സഭയെ പഠിപ്പിച്ച പോലെ, ഗലാത്യ സഭയെ പഠിപ്പിച്ച പോലെ, കൊരിന്ത് സഭയെ പഠിപ്പിച്ചതുപോലെ സഭയെ പഠിപ്പിക്കണം. പഠിപ്പിച്ച് അവരെ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി
അതിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളാക്കി വളർത്തിയെടുത്ത് കഴിയുമ്പോഴാണ് അവർ സ്വർഗത്ത് പോകാൻ പക്വതയുള്ളതായി തീരുന്നത്. ഒരു മാവിലുള്ള മാങ്ങ എല്ലാം കൂടി പറിച്ച ഉടനെ തിന്നാൻ പറ്റുമോ? നമുക്ക് പഴുത്തത് മാത്രമേ നമുക്ക് തിന്നാൻ പറ്റൂ. പച്ച കൊണ്ട് പുളി കൊണ്ട് തിന്നാൻ പറ്റത്തില്ല. പഴുത്തു കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ ആഹാരമാണ്. അതുപോലെ വിശ്വാസി പാകമാകണം. ഉപദേശം കേട്ട് പഠിച്ചനുസരിച്ച് ജീവിച്ച് നല്ല മധുരമുള്ള മാങ്ങയെപ്പോലെ മറ്റുള്ളവർക്ക് സ്വാദിഷ്ടമായ ഉപദേശം പറയുന്ന, വ്യക്തമായി കൃത്യമായ ഉപദേശം പറയുന്ന വ്യക്തികളായി ശുശ്രൂഷകന്മാരായി തീരണം. ഇന്നത് അവിടെ നടക്കുന്നു. എവിടെ നടക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിക്കും. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കും. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ആകത്തുക ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എന്നുള്ളതും നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. ഇത് കൃത്യമായിട്ട് പോലീസ് പഠിപ്പിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്താലോ ഒരുവനിൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചോളൂ. മുമ്പ് ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ടായിരുന്നൊരു സഹോദരി വാക്യം വായിച്ചത്, നിങ്ങൾ അന്യോന്യം കുടിക്കുകയും തിന്നുകയും ചെയ്താലോ. കുടിക്കുകയും വായിച്ച ഒരർത്ഥത്തിൽ ശരിയായി. ഇപ്പോൾ കുടിയൊക്കെ ഉണ്ട് സഭയിൽ. നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞൊരു ഡ്രിങ്ക് വെച്ചിട്ടുണ്ട്. UK, നെതർലൻഡ്, യൂറോപ്യൻ രാജ്യങ്ങളിൽ. ഗൾഫ് രാജ്യങ്ങളുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഗൾഫ് രാജ്യങ്ങളിൽ സഭയില്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കല്യാണത്തിന് വെൽക്കം ഡ്രിങ്ക് പോലെ വെച്ചിരിക്കുക. അതിൽ 3 years തൊട്ട് ബിയർ വരെയുണ്ട്. ആൽക്കഹോളുള്ള ബിയറുണ്ട്, ആൽക്കഹോളില്ലാത്ത ബിയറുണ്ട്. ഇത് ഏത് വേണമെങ്കിലും സ്വാദിഷ്ടമായിട്ട് ഉപയോഗിക്കാം. ഒരു 3-4 പെഗ്ഗെടുത്ത് അടിച്ചിട്ട് പോയിരിക്കുന്ന മഹാന്മാരുണ്ട്. അപ്പം അവർക്ക് ഈ വാക്യം കറക്റ്റാണ്. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും കുടിക്കുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോരും. എന്നാൽ കുടിക്കുക എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? കടിക്കുകയും. ഈ നായ കണ്ടിട്ടില്ലേ? ദേഷ്യം വരുമ്പോൾ കടിക്കാനായിട്ട് വായി തുറന്ന് ഇങ്ങനെ വരുന്നത്, വാ പൊളിച്ച് കടിക്കാൻ വരിക. ശുശ്രൂഷന്മാർ നായ്ക്ക് തുല്യമാണ്. സഭയെ സൂക്ഷിക്കേണ്ട നായ്ക്കളാണെന്ന് എവിടെ പുസ്തകത്തിലുള്ള യശയ്യാപ്രവചനം 56-ാം അധ്യായം. സ്തോത്രം. അതൊന്ന് വായിച്ചു വിടാനായിട്ട് എനിക്ക് ആത്മാവിൽ ഹേമമുണ്ട്. ഇത് പല പ്രാവശ്യം വായിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യമെങ്കിലും ആൾക്കാരുടെ തലയിലോട്ട് ഇത് കയറുന്നത്. ഹല്ലേലൂയ. യെശയ്യാ 56:10 മുതൽ, അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വയ്യാത്ത ഊമ നായ്ക്കൾ തന്നെ. അവർ നിദ്രാപ്രിയരായി സ്വപ്നം കണ്ടു കിടന്നുറങ്ങുന്നു. ഈ നായ്ക്കൾക്ക് ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. ഹല്ലേലൂയ. ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ കഴിയാത്തവരാണ്. അപ്പോൾ പാസന്മാരാണെന്ന് മനസ്സിലായേ, സഭയുടെ നടത്തിപ്പാരാണെന്ന് മനസ്സിലായേ. അവരെല്ലാവരും ഒട്ടടിയായി താൻ്റെ വഴിക്കും താൻ്റെ ലാഭത്തിലേക്കും തിരിഞ്ഞിരിക്കുന്നു. വരുവിൻ, നമുക്ക് ഞാൻ പോയി വീഞ്ഞു കൊണ്ടുവരാം, നമുക്ക് മദ്യം കുടിക്കാം, ഇന്നത്തെ പോലെ നാളെയും കേമത്തിൽ നടക്കാമെന്ന് പറയുന്നു. അപ്പോൾ യെശയ്യാപ്രവചനം 56:12, ഗലാത്യലേഖനം 5:15 കൂടി ഒരുമിച്ച് നമുക്ക് പഠിക്കുമ്പോൾ കുടിക്കുന്നവരുണ്ട്. ആ സഹോദരി വായിച്ചതിൽ ഒരു ഭാഗം ശരിയാ. ഇവിടെ കടിക്കാമെന്ന് എഴുതിയേക്കുന്നത് കുടിക്കുന്നവർ. സൂപ്പർ വെള്ളം കുടിക്കുന്ന പാത്രന്മാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടു. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, രാജീവ് എന്നുള്ളൊരു സഹോദരൻ. ഇച്ചിരി രോഗമുണ്ട്, അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹിന്ദു മാർഗത്തിൽ നിന്ന് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സഹോദരനാണ്. എന്നോട് പുള്ളി പറയാ, എനിക്കൊരു പാസ്റ്ററുണ്ട്, കൂട്ടുകാരനൊരു പാസ്റ്റർ. എന്നിട്ടോ പാസ്റ്ററിൻ്റെ 2 മക്കളുണ്ടല്ലോ, ഒരുത്തൻ കുഴപ്പമില്ല, മറ്റവൻ സൂപ്പറായിട്ട് വെള്ളം കുടിക്കും, എല്ലാ പാവവും ചെയ്യും. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ എന്താ ഈ പറയുന്നത്? എനിക്കറിയാം പാസ്റ്ററെ. ഞാൻ അവനോട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ മെസ്സേജ് കിട്ടുകൊടുത്തു, അവൻ കേട്ടുകൊണ്ടിരിക്കുക. ഒരു പാവം പിടിച്ച സഹോദരൻ, അവനെ നന്നാക്കി എടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു പാസ്റ്ററിൻ്റെ ബന്ധവും പറഞ്ഞു തരിക, ഒരു ഹിന്ദു സഹോദരൻ. എങ്ങനെയുണ്ട്? മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് പുസ്തകത്തിൽ എഴുതിയത് ശരിയല്ലേ? മദ്യപിക്കുന്നവർ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എന്നോ എക്കാലത്തും ഉണ്ടാവും. കാഹളം തുരിക്കുന്നവരെ ഉണ്ടാവും. അതൊന്നും നമ്മൾ നോക്കണ്ട.
നമുക്ക് കിട്ടിയ പ്രമാണം അനുസരിച്ച് നമ്മൾ ജീവിക്കുക. മദ്യപാനി ദൈവരാജ്യം മോശമാക്കിയില്ലെന്ന് തന്നെ വചനം പഠിപ്പിക്കുന്നു. ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ട്. തൽക്കാലം ഇവിടെ ഞാനങ്ങ് നിർത്തുക. സ്തോത്രം. ഗലാത്യർ 5:1 മുതൽ 15 വരെയുള്ള വാക്യം നമ്മൾ ധ്യാനിച്ചു. ബാക്കി 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ഓരോ താമസമെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ അത് മെസ്സേജായിട്ട് വരും ദിവസങ്ങളിൽ നമുക്കത് പ്രതീക്ഷിക്കാം. വളരെ ഘനമായ വിഷയങ്ങളാണ് ജഡത്തിൻ്റെ പ്രവൃത്തികളും ആത്മാവിൻ്റെ ഫലവും എന്നുള്ളത്. ആത്മാവ് ജഡം എന്നുള്ള വിഷയം അത് വളരെ ഗഹനമായ വിഷയമാണ്. അത് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലിരുന്ന് അത് ദൈവജനത്തിന് വേണ്ടി തരുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ അത് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് അത് ചെയ്യും. ആ മീറ്റിങ്ങുകൾ നടത്തും. നിങ്ങൾക്കത് ശ്രമിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ പഠനം എന്തുകൊണ്ടും നമുക്ക് അനുഗ്രഹമായി തീർന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ വാദനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.